സോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പം 8th എപ്പിസോഡ് ഓഫ് ലവ് സ്റ്റൈക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. സോ നമ്മളിന്ന് പോകുന്നത് നമ്മൾ നേരത്തെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ പോകുന്ന വീഡിയോ. ഇത് കുഞ്ഞിപ്പെണ്ണിൻ്റെ മാമോദിസയാണ്, അതുപോലെ തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചേട്ടായുടെ ഹോളി കമ്മ്യൂണിയനാണ്. അപ്പോൾ 2 ഫംഗ്ഷനും കൂടി ഇന്നാണ്. ഇന്ന് വൈകുന്നേരമാണ് ആ ഫംഗ്ഷൻ. നമ്മളിന്ന് ലിവർപൂളിൽ നിന്ന് ബർക്കിംഗ്ഹാമിലോട്ട് പോവുകയാണ്. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇത് കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ പോകുന്നതിനുള്ള ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ലിവർപൂൾ ടു ബർക്കിംഗ്ഹാമിലെ ഒരു ടണലാണ്. ആ ടണലിൽ കൂടെ വേണം നമുക്ക് കടന്നു പോകാൻ. സോ അതൊരു 7 minutes ആ ഒരു ടണലിൽ കൂടെ. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മുടെ ക്യൂൻ വേ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ ജോഷ് ചേട്ടൻ്റെയും ജോബ് ടീച്ചറുടെയും വീട്ടിൽ വന്ന് നമ്മൾ പ്രോഗ്രാം ഈ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡിയായി. നേരെ നമ്മൾ ചർച്ചിലോട്ട് പോവാണ്. 2 o'clock ആകുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ മാമോദിസ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അവിടുന്ന് ഒരു 3 o'clock ഒക്കെ ആകുമ്പോൾ ഹോളി കമ്മ്യൂണിയൻ ദേവക്കുട്ടൻ്റെ. അപ്പോൾ അതൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ കുഞ്ഞുമാവയുടെ മാമോദിസ. അപ്പോൾ അവരെല്ലാവരും അവിടെ റെഡി ആയിട്ട് എടുപ്പുണ്ടായിരുന്നു. ഇതാണ് സിമി ചേച്ചിയുടെ ഹസ്ബൻഡ് പോൾ ചേട്ടായി. അതുപോലെ സിമി ചേച്ചിയുടെ മൂത്ത സിസ്റ്ററും ഹസ്ബൻഡുമാണ് ഇന്നത്തെ വാവക്കുട്ടൻ്റെ ഗോഡ് ഫാദറും ഗോഡ് മദറും ഒക്കെ. ശരിക്കും സിമി ചേച്ചിന്റെ പോലെ. അങ്ങനെ കുഞ്ഞുമക്കളുടെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ പരിപാടികളെല്ലാം പള്ളിയിലെ കഴിഞ്ഞു. ഇനി അവരെല്ലാവരും കൂടെ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നേരെ അവരവരുടെ ഹാളുകളിൽ എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് അങ്ങോട്ട് പോകും. അപ്പം ഇതാണ് 7 കുഞ്ഞുമക്കളുടെ ആദ്യ കുർബാനയാണ് ഇന്ന് കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുപെണ്ണിൻ്റെ മാമോദിസം ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ചർച്ചിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നേരെ ഇനി ഹോളിലോട്ടാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ പോൾ ചേട്ടൻ്റെയും സിമി ചേച്ചിയുടെയും കുഞ്ഞുമക്കൾ. അപ്പം ഇവരുടെ കുഞ്ഞിൻ്റെ മാമോദിസയും ആദ്യ കുർബാനയായിരുന്നു ഇന്ന് നടന്നത്.
അതുപോലെ തന്നെ ഇതാണ് ചേച്ചിയുടെ 2 ചേച്ചിമാർ. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് നമുക്ക് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് അവർ സെറമണി. We would also like to extend our heartfelt gratitude to everyone present here, as well as the family members, parents and friends who have joined us on this special occasion. With their parents, Posananga and Kunyandi, and their older sister Alima on stage. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെൽക്കം ആയിട്ട് നമ്മൾ പ്ലം കേക്കും അതുപോലെ തന്നെ വൈനുമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേഴ്സൊക്കെ അടിച്ച് പ്രോഗ്രാം എൻജോയ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് രശ്മി ചേച്ചി, നമ്മുടെ ചേട്ടൻ്റെ വൈഫ്, അവിടെ നമ്മളെ വിഷു ആഘോഷിച്ച് ഇവരുടെ വീട്ടിലായിരുന്നു. അതുപോലെ തന്നെ ശേബ ചേച്ചി, എല്ലാവരും കൂടെ ഒന്നിച്ച് നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയ ചിയേഴ്സൊക്കെ അടിച്ച് നമ്മളും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന പ്രോഗ്രാം. ആ കേൾക്കുന്ന സൗണ്ടോട് ഓ ഇതെന്നുവാ അഭിനന്ദിക്കുന്നു. ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ച്
ഭക്ഷിക്കുകയോ ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ ചെയ്യുമ്പോൾ ദൈവബോധത്തിനായി ചെയ്യുന്ന കർത്താവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ ഇന്ന് സ്വീകരിച്ച നവചൈതന്യത്തിൽ എന്നും നിലനിൽക്കുവാൻ ലേവയ്ക്ക് പ്രത്യേകമായിട്ട് കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലേവയ്ക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം കഴിഞ്ഞ വർഷം മുതൽ ഒരുക്കിയ മാതാപിതാക്കളെ അങ്ങനെ ഡാൻസും പാട്ടും മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടിയും കപ്പിൾസിന് വേണ്ടിയൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിംസൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു ഇത്. നമ്മുടെ ഡേ ചേട്ടൻ്റെ സിമി ചേച്ചിനും കുഞ്ഞുമക്കളുടെ ഒരു ചെറിയ വീഡിയോ എടുത്താണ്. നാളെ ഒരു കാലത്ത് അവരിത് കാണുമ്പം എങ്ങനെയായിരുന്നുവല്ലോ. അങ്ങനെ ഡാൻസും പാട്ടും ഗെയിംസും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു. അങ്ങനെ നമ്മളൊരു വൈകുന്നേരത്തോടെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ബൈ ബൈ.